രാജമോഹൻ ചേട്ടാ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജോസ് കെ മാണിയുടെ പാർട്ടി LDF വിടുമെന്നും അതുപോലെ തന്നെ UDF വരുമെന്നും തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി തന്നെ അത് നിഷേധിച്ചു. താൻ തന്നെയായിരിക്കും മധ്യമേഖല ജാഥ, അതായത് 3 ജാഥയാണ് നടക്കുന്നത്. വടക്കൻ മേഖല ജാഥ MV ഗോവിന്ദനും CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും, തെക്കൻ മേഖല ജാഥ നയിക്കുന്നത് ബിനോയ് വിശ്വം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ചോദിക്കാനുള്ളത്, ഈ ജോസ് കെ മാണിയുടെ പാർട്ടി, അവരുടെ പാർട്ടി മുന്നണിയിലേക്ക് UDF വരാൻ ഇനി സാധ്യതയുണ്ടോ? കാരണം ഇനി ഇലക്ഷന് കേവലം 2.5 മാസം മാത്രമേ ഇലക്ഷനുള്ളൂ. ആ നിയമസഭാ ഇലക്ഷൻ്റെ ആരവങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിൽ ഇത് സ്വാധീനിക്കാനാണ് സാധ്യത? കാരണം ഈ മുന്നണി സമവാക്യങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും? അതുപോലെ തന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ കാരണം, ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ പിന്തുണ UDF പ്രത്യേകിച്ച് കോൺഗ്രസിലെ നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കത്തോലിക്ക അതായത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്, പാലാ ബിഷപ്പ്, പാമ്പ്ലാനി, ഇവരുടെ നിലപാടുകളൊക്കെ പറയുന്നത് UDF ജോസ് കെ മാണിയുടെ പാർട്ടി മടങ്ങി വരണമെന്നാണ്. എന്നാൽ ഇന്നലെ വൈകിട്ട് ചാനലുകളിൽ കാണിച്ച വാർത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്ന് ജോസ് കെ മാണി UDF പോകില്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും കടുത്ത നിലപാട് സ്വീകരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും റോഷി അഗസ്റ്റിൻ കടുത്ത നിലപാടിലാണ്. കാരണം അതൊരു LDF വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ VN വാസവൻ ഇടപെട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇതിനെ ഏത് തരത്തിൽ വിലയിരുത്താം? ഒന്ന്, ജോസ് കെ മാണിയുടെയോ കേരള കോൺഗ്രസിൻ്റെയോ മാറ്റങ്ങൾ ഇത്ര ഗൗരവത്തോടെ എടുക്കേണ്ടതാണോ, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ എന്നുപോലും എനിക്ക് സംശയമുണ്ട്. ഒരു വർഷം മുമ്പ് ഇതേപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ LDF നിന്നും UDF യാത്ര മടങ്ങി വരും എന്ന ഒരു ധാരണ ഇവിടെ വ്യാപകമായി ചർച്ച നടന്നിട്ടുണ്ട്. അന്ന് കേരള കോൺഗ്രസിലെ പവർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി, കുളത്തെങ്കിലും, ജോബ് മൈക്കിളും എല്ലാം സ്ട്രോങ് ആയിട്ട് ഇടതുപക്ഷത്ത് നിൽക്കണം എന്ന വാദമാണ് അന്ന് ഉയർത്തിയത്. മറിച്ച് റോഷി അഗസ്റ്റിനും ജയരാജുമൊക്കെ UDF മാറിയാലും കുഴപ്പമില്ല എന്നുള്ളത്. അന്ന് റോഷി അഗസ്റ്റിന് UDF മാറണം എന്നുള്ള താല്പര്യമായിരുന്നു. ഇപ്പോൾ നേരെ മറിച്ച് ജോസ് കെ മാണി എടുത്തിരിക്കുന്ന നിലപാടാണ് അന്ന് ആരെടുത്ത്, റോഷി അഗസ്റ്റിനെടുത്തത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അറിയേണ്ട ഒരു കാര്യം, ഇതിൽ കേരള കോൺഗ്രസിന് ഇപ്പോൾ നിലവിൽ 5 MLA കിട്ടും, അല്ലെ 6 MLA ഏത് മുന്നണി? അതായത് 2021 12 സീറ്റിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. 5 പേരെ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ജോസ് കെ മാണി 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. 8 അപ്പോൾ ഇനിയൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി MLA ആയിട്ട് കേരള കോൺഗ്രസിൽ ഉണ്ടാവുക, ഇങ്ങനെയുണ്ടാവുക, റോഷി അഗസ്റ്റിനുണ്ടാവുക, ജയരാജ്, രണ്ടുപേരും MLA അല്ല, ജയരാജും കൂടെ ഉണ്ടാവും. 3 പേരും കേരള കോൺഗ്രസ് MLA LDF UDF ഉണ്ടെങ്കിൽ ഒരു മന്ത്രിസ്ഥാനേ കിട്ടുന്നുള്ളൂ. ആര് മന്ത്രിയാവും? അതാണ് തർക്കം. അല്ല, ജയരാജ് ചീഫ് വിപ്പായിരുന്നല്ലോ. ജയരാജിനെ കൂടണ്ട, മന്ത്രി ആരാകും? റോഷി അഗസ്റ്റിനാകുമ്പോൾ ജോസ് കെ മാണി ആവും. ജോസ് കെ മാണി ജയിച്ചാൽ ജോസ് കെ മാണിക്ക് അങ്ങനെ സാധ്യത. ജയിക്കാൻ വേണ്ടിയാണല്ലോ തോക്കാൻ വേണ്ടിയാണോ ജോസ് കെ മാണി മുന്നണി മാറാൻ പോകുന്നത്? അല്ലല്ലോ, ജയിക്കാൻ വേണ്ടിയാണ് മാറാൻ പോകുന്നത്. അപ്പോൾ ജയിച്ചാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി തിരുവാമ്പാടി അല്ലെങ്കിൽ പാലായിൽ നിന്ന് മാണി സി കാപ്പനെ വരെ മാറ്റി വേണമെങ്കിൽ ആ സീറ്റ് വരെ കൊടുക്കാമെന്ന് ആര് പറയുന്നുണ്ട്? കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്, UDF പറയുന്നുണ്ട്. ജയിച്ചാൽ ആര് മന്ത്രിയാവും എന്നുള്ള ചോദ്യമാണ് ഇവിടെ മെയിൻ. ആ ചോദ്യമാണ് ആര് മുന്നോട്ടിട്ടത്? പിണറായി വിജയൻ മുമ്പോട്ടിട്ടത്. ഇടതുപക്ഷത്തിന് ജോസ് കെ മാണി ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സീറ്റും തർക്കാലമില്ല. ഇവിടെ മത്സരിച്ചോളാൻ പറയാത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. പാലായി അവർ മുഴുവൻ ശക്തി ഉപയോഗിച്ച് മത്സരിച്ചാണ്. പിന്നെ രണ്ടാമത് ജോസ് കെ മാണി തോൽപ്പിക്കാൻ പറ്റുമെന്ന് ബിനു പുളിക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ചേട്ടാനിയന്മാർ ഒരു മകളും കൂടെ ചേർന്ന് തോറ്റുപോയ പാർട്ടിയാണത്. ഇല്ല, അഥവാ ഇനി ജോസ് കെ മാണി UDF മാറുകയാണെങ്കിൽ, സപ്പോസ് സാങ്കല്പികമായ ചോദ്യമാണ്, മാറുകയാണെങ്കിൽ സ്വാഭാവികം ബിനു പുളിക്കൊക്കെ ഫാമിലിയും മറുകണ്ണ് ചാടി സ്വാഭാവികം പാലാ നഗരസഭയുടെ ഭരണം LDF കിട്ടുകയും ചെയ്യും. അതൊരു ഇമ്മിണി ചെറിയ കേരള കോൺഗ്രസ്സാണ്. കൂട്ടിയാൽ ഇപ്പോൾ RMB അത്രയും പോലും സ്വാധീനം ജോസ് കെ മാണിക്കില്ല. പ്രമോദ് നാരായണൻ ചെങ്ങന്നൂർ ജയിച്ചെന്ന് പറഞ്ഞാൽ പ്യൂർലി ഓൺ മാർക്സിസ്റ്റ് പാർട്ടി CPM അല്ലേ, CPM ശക്തി കൊണ്ട് മാത്രമായിരിക്കും അവിടെ കേരള കോൺഗ്രസ് ഉണ്ടോ? അതിന് ഒരു സീറ്റ് വേണം കൊടുത്തു. ഭാഗ്യത്തിന് ട്രെൻഡ് അനുകൂലമായതുകൊണ്ട് 2021 ഇയാൾ ജയിച്ചു. അതെ. അപ്പോൾ ഈ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാതെ
കോൺഗ്രസിനെയും LDFിനെയും ഒരേ തരത്തിൽ ഇയാൾ വെള്ളത്തിലാക്കുക. LDF എങ്ങനെ ഇനി ഇയാളെ കൂടെ നിർത്തണേ അതാലോചിച്ച് നോക്കണം. LDF പറയുന്നു ഇങ്ങനെ ചർച്ച നടത്തി ബഷീർമാർ നിർബന്ധിക്കുന്നു, അതുകൊണ്ട് മാറണമെന്ന് ജോസ് കെ മാണിക്കൊരു നിലപാട് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും പുറകോട്ട് പോന്നാൽ എങ്ങനെയാണ് നാളത്തോട്ട് LDFിൻ്റെ കൂടെ വിശ്വസിച്ച് നിർത്താൻ പറ്റുന്നത്? അതെ, അതൊരു വലിയ ചോദ്യമല്ലേ? വലിയ ചോദ്യം, വലിയ ചോദ്യമാണ്. അതുപോലെ റോഷി അഗസ്റ്റിൻ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുമ്പോൾ റോഷി അഗസ്റ്റിനെ ഇങ്ങോട്ട് സഹകരിക്കണം. അതിന് ഉത്തരം സേനാപതി വേണു എന്ന് പറഞ്ഞ ആൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഇടുക്കിയെ ബന്ധിച്ചാണ് പറയുന്നത്, റോഷി അഗസ്റ്റിൻ്റെ ജില്ലയെ ബന്ധിച്ച് പറയുന്നത്. അതായത് ഇടുക്കിയിലെ ഒരു നിയോജകമണ്ഡലത്തിൽപ്പെട്ട എല്ലാ പഞ്ചായത്തുകളും, എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും, എല്ലാ ജില്ലാ പഞ്ചായത്തും ആര് ജയിച്ചു? കോൺഗ്രസ് ജയിച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു. അതായത് രാജ്മോഹൻ ചേട്ടൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ 100% ശരിയാണ്. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണ ഇല്ലാതിരുന്നിട്ടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഐതിഹാസികമായ ജയമാണ് ഉണ്ടായത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ മേഖലകളിലെല്ലാം, ഈ ജില്ലകളിലെല്ലാം കോൺഗ്രസും UDFും ഒറ്റക്ക് നിന്ന് ജയിച്ചു. അതായത് കേരള കോൺഗ്രസ്, അതായത് ജോസ് കെ മാണി ഒരു വെഴുപ്പാണ്, എടുക്കാച്ചിറക്കാണെന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫലം തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ എങ്ങനെയാണ് UDF ബന്ധത്തെ ജോസ് കെ മാണി സ്വാധീനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യം ജോസ് കെ മാണി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ കേരള കോൺഗ്രസുമായിട്ട് ഇത്തരം ഒരു ബന്ധത്തിനെതിരാണ്. അതിന് കാരണമുണ്ട്. ഇപ്പോൾ ഞാനൊരു ഇവിടെ പല ചർച്ചയിലും പറയാറുണ്ട്, കടുത്തിരുത്തിയിലൊരു കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകൻ പീറ്റർ മ്യാലിപ്പറമ്പ്, ആളുടെ പേര് വരെ പീറ്റർ മ്യാലിപ്പറമ്പ് എന്നുള്ള പേര് വരെ പറയുന്നു. സാധാരണയാണെങ്കിൽ മോശക്കാരനല്ല. അപ്പോൾ ഇയാൾ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനും ബ്ലോക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുമ്പ് 2 കത്തെഴുതി. 2 കത്തിൽ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ കടുത്തിരുത്തിയിലെ കോൺഗ്രസ്സുകാർ, കടുത്തിരുത്തി എന്ന് പറഞ്ഞാൽ കടുത്തിരുത്തിയിലെ കോൺഗ്രസ്സുകാർക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ 2 ലക്ഷം വോട്ട് ചെയ്യണം. കേരള കോൺഗ്രസ് ഒരുമിച്ചുള്ള പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ 2 ലക്ഷം വോട്ട് ചെയ്യണം. ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം വോട്ട് ചെയ്യണം. ജില്ലാ പഞ്ചായത്ത് 2 ലക്ഷം വോട്ട് ചെയ്യണം. അസംബ്ലിയിലേക്ക് 2 ലക്ഷം വോട്ട് ചെയ്യണം. ലോകസഭയിലേക്ക് 2 ലക്ഷം വോട്ട്. കാലാകാലങ്ങളായി ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും എപ്പോഴെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം കോൺഗ്രസ് പ്രവർത്തകർക്ക് കിട്ടണേ എന്ന് ചോദിച്ചുകൊണ്ടാണ് എഴുത്ത്. ആ കാഴ്ചപ്പാടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇവർ വരാതിരുന്ന് നന്നായി വിചാരിക്കും. ആലോചിച്ചോണ്ട് ഇവർ വന്നാൽ ഇനി പൂഞ്ഞാറ് UDFിന് ജയിക്കാവുന്നതാണ്. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ഇപ്പോഴും UDF ഒറ്റയ്ക്ക് പിടിച്ചു, കോൺഗ്രസ് പിടിച്ചു UDF, പിന്നെ പഞ്ചായത്തുകളിൽ ഇഷ്ടം പോലെ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കൗതുകരമായ കാര്യം നമ്മളുടെ ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ, അതുപോലെ ജയരാജ്, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി MLA ജയരാജ്, അങ്ങനെ ഇപ്പോൾ അവർക്കുള്ള 5 MLAമാരിൽ 3 പേർക്കും UDFിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഒരു UDFിന് അനുകൂലമായി UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ട്രെൻഡ് സെറ്റായി കഴിഞ്ഞു. കേരളത്തിൽ UDF 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നൊരു പ്രതീതി ഇതിനകം മാധ്യമ വാർത്തകളിലൂടെയും ഒരു ട്രെൻഡ് സെറ്റായി കഴിഞ്ഞു. പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും അതിന് സാധൂകരിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആഗ്രഹം ഉണ്ടാകുമല്ലോ, ഇനിയിപ്പോൾ LDFിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, വെറുതെ പ്രതിപക്ഷത്തിരിക്കാം. കോൺഗ്രസിൻ്റെ UDFിൻ്റെ കൂടെ കൂടിയാണെങ്കിൽ 1-2 മന്ത്രിസ്ഥാനം കിട്ടും, മാന്യമായ രീതിയിലൊരു അക്കോമഡേഷൻ കിട്ടുമെന്നൊക്കെ തോന്നുന്നു. ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള മഹത്തായ ആശയത്തിൻ്റെ പേരിലാണ് ജോസ് കെ മാണിയും കൂട്ടരും മാറാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഒന്നുകിൽ കോൺഗ്രസിലേക്ക് ചേരാം, അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേരാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട അനൂപ് ജേക്കബിൻ്റെ കൂടെ ചേരാം. പക്ഷേ ഇതിനകത്തെ പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞാണ് ബേസിക് പ്രശ്നം. ഒരു മന്ത്രിയെ കിട്ടുന്നുള്ള ആരും മന്ത്രിയാവും? ആ ചോദ്യം വലിയ ചോദ്യം. അത് ജോസ് കെ മാണി റോഷി അഗസ്റ്റിനും ജയിച്ചു വന്നാൽ ആരും മന്ത്രി? ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ ആ പ്രശ്നം വരും. P. ജോസഫിൻ്റെ മകൻ ജയിച്ചു വന്ന മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവകാശം. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഒരു കാലത്ത് ജോസ് കെ മാണിയും PJ ജോസഫും ഒരു മുന്നണിയിലായിരുന്നു, കേരള കോൺഗ്രസ് മുന്നണിയിലായിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ പിളർന്നു. PJ ജോസഫ് ഇപ്പോൾ UDFിൻ്റെ കൂടെയാണ്. PJ ജോസഫിൻ്റെ പാർട്ടിക്കാണെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടി UDFിലേക്ക് വരുന്നതിനോട് വലിയ താല്പര്യമില്ല. മോൻസ് ജോസഫ് 2 ദിവസം മുമ്പ് ചാനലുകളിൽ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും PJ ജോസഫിൻ്റെ എതിർപ്പ് അവഗണിക്കാൻ UDFിന് കഴിയുമോ? PJ ജോസഫിനെ അവഗണിക്കാൻ കഴിയാമെന്ന് മാത്രമല്ല, ജോസ് കെ മാണി വരികയും PJ ജോസഫ് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്യണം. 2 പേരെയും കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ 2 മന്ത്രിസ്ഥാനം കൊണ്ട് അവർ 2 കൂട്ടരും കൂടെ തൃപ്തിപ്പെടുവോ? അതാണ്. പിന്നെ എന്നും ചർച്ചകളാണ്. ബലപേശലുകളുടെ ഒരു ചങ്ങനാശ്ശേരി ചന്ത ഓപ്പൺ ചെയ്ത് വെക്കുന്ന പോലെ ഇരിക്കും UDF രാഷ്ട്രീയം. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ബലപേശലുകൾ. അങ്ങനെ ഒരു ചന്ത ബലപേശലുകളിലേക്ക് UDF രാഷ്ട്രീയത്തെ ഇനി കൊണ്ടുപോകണം. ഇപ്പോൾ കുറച്ചൊരു ഒതുക്കമുണ്ട്. ഇപ്പം മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തന്നാൽ മതി. CP ജോണിൻ്റെ കാര്യമുണ്ട്, അല്ലെങ്കിൽ രമയുടെ കാര്യമുണ്ട്. ഇവരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധത്തിൽ പോകും. പക്ഷേ ഈ ബന്ധം തകർത്ത് പുതിയൊരു സംവിധാനത്തിലേക്ക് പോയാൽ. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത്, എൻ്റെ സംശയമാണ്, ഈ കത്തോലിക്ക സഭയുടെ
ഇടപെടൽ സ്വാഭാവികമായിട്ടും അതൊരു ഫലം കാണാൻ സാധ്യതയില്ല. കാരണം കത്തോലിക്ക സഭക്കാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ലേക്ക് അടുപ്പിച്ചാൽ കൊള്ളാമെന്നും UDF ടിക്കറ്റിൽ, അതായത് UDF-ന്റെ മുന്നണിയിലേക്ക് അടുപ്പിക്കണമെന്നുള്ളൊരു താല്പര്യം കത്തോലിക്ക സഭക്കുള്ളതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ജോസ് കെ മാണിയോട് തൻ്റെ മറ്റ് ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് കേരള കോൺഗ്രസ്സുകാരെ യോജിപ്പിക്കാനായിട്ട് ജോസ് കെ മാണി മന്ത്രിയാകുക എന്നുള്ള ആഗ്രഹം മാറ്റിവെച്ചിട്ട് കേരള കോൺഗ്രസ്സുകാരെ യോജിപ്പിക്കുന്ന ഘടകത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നാൽ കത്തോലിക്ക സഭയ്ക്ക് സ്ഥാപിച്ചാൽ അത് സഭയുടെയും വിചാരിക്കും, ഇവരുടെയും വിചാരിക്കും. അതല്ല, ഇവരുടെ എല്ലാ ആശ 10 കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വന്നിട്ട് 10 പേർക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗണേശ മന്ത്രിയാണ്, നേരത്തെ ആന്റണിരാജ് മന്ത്രി, അങ്ങനെ ഓരോരുത്തർക്കും വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതെ, ആ സിറ്റുവേഷനിലേക്ക് UDF-നെയും മുന്നണി രാഷ്ട്രത്തെ ഒരു മുന്നണിക്കും ക്ഷീണമല്ല. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അനുഭവിക്കുന്നുണ്ടല്ലോ. എത്ര സമയം എത്ര പൈസ ചിലവാക്കി കാണും ജോസ് കെ മാണിയൊക്കെ ഇപ്പം നിർത്താനായിട്ട്, കേരള കോൺഗ്രസ് ഇപ്പോൾ മാറാതിരിക്കാനായിട്ട്. അതെ, ആ ടെൻഷൻ എന്തിനാണ് CPM എടുക്കുക? പോടാ പുല്ലെന്ന് പറയാനുള്ള CPM കൂടെ പറയാൻ തീർന്നത്. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ കേരള കോൺഗ്രസിനെ എടുക്കാതിരിക്കുകയാണ് നല്ലത് UDF-ലേക്ക്. കാരണം വെറുതെ എന്തിനാണ് എന്നാൽ വഴിയിൽ പോകുന്ന പാമ്പിനെടുത്ത് മൊത്തം സ്റ്റേറ്റ് അടിസ്ഥാനത്തിനായിട്ട് 3-4 പാർട്ടിയുള്ളൂ പാർട്ടി എന്ന് പറയാവുന്നത്. ഒന്ന് രാഷ്ട്രീയ പാർട്ടി, സ്റ്റേറ്റ് മൊത്തം നോക്കുമ്പോൾ കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ്, CPI. മുസ്ലിം ലീഗ് കഴിഞ്ഞിട്ട് CPI പോലുള്ളൂ. ഈ 4 പാർട്ടി, ബാക്കിയൊക്കെ 1-2 സ്ഥലത്ത് മാത്രമേ ഒരു ബിനു പുളിക്കണ്ട പാർട്ടിയാണെന്ന് വിചാരിച്ചപ്പോൾ കൃത്യം പിക്ചർ കിട്ടും. അസംബ്ലിയിലേക്ക് മത്സരിച്ചാൽ ബിനു പുളിക്കണ്ട ചിലപ്പോൾ പല ജയിച്ചാലോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. വൈകുന്നേരം ഒരു 4 മണി 5 മണിക്ക് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകുമായിരിക്കും. അതിലൊരു അന്തിമ ചിത്രം തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. കേരള കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും? എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം LDF വിടില്ല എന്നാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കണ്ണൂരിട്ട് കാണിച്ചു, വരട്ടെ കഴിഞ്ഞു. ജോസ് കെ മാണിയും അതുപോലെ റോഷി അഗസ്റ്റിനൊക്കെ LDF തുടരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ അണികൾക്കിടയിൽ? കാരണം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ 85 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. വിവിധ ജില്ലാ പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, അതുപോലെ കീഴ്ഘടകങ്ങളിലുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു കാത്തിരുന്ന് കാണാം. എന്തെങ്കിലും അത്ഭുതം പ്രതീക്ഷിക്കുമോ എന്ന് നമുക്ക് ഒരു അത്ഭുതം ഉണ്ടാകുകയില്ല. ജോസ് കെ മാണിക്കെതിരായ ഓരോ ദിവസം ചെല്ലുന്തോറും കോൺഗ്രസിനകത്തെ എതിർപ്പ് കൂടി വരും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എന്ന വിഴുപ്പെന്ന് തന്നെ പറയുന്നത് എടുത്ത് പാമ്പിനെടുത്ത് തോളത്തിടുന്നതിന് തുല്യമായിരിക്കും. കാരണം തോളത്ത് ഇടുന്നതിന് തുല്യമായിരിക്കും. കാരണം അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി ഈ കാണിക്കുന്ന ഈ നെറുകെട്ട രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇവരെ എടുക്കരുത്, ജോസ് കെ മാണിയെയും കൂട്ടരെയും UDF-ലേക്ക് എടുക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. താങ്കളുടെ മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം.